3-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. എഫേസ്യർ 3:20 ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ നാം ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ദൈവത്തിന്റെ അത്യന്ത ശക്തിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വീണ്ടും ആ ശക്തിയെക്കുറിച്ച് തന്നെ പറയുക. സ്തോത്രം. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുക. സ്തോത്രം. അപ്പം ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്: നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നനയ്ക്കുന്ന കാര്യങ്ങൾ ദൈവത്തെ പ്രതി, ഹല്ലേലൂയ, വിശ്വാസത്തോടെ ചോദിക്കാനും നനയ്ക്കാനും നമ്മൾക്ക് പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളൊരു വാസ്തവം അവിടെയുണ്ട്. അതായത് നമ്മൾ പലപ്പോഴും ചോദിക്കുന്നത് നമ്മളുടെ ഒരു ബേസ് നോക്കിയിട്ട്, നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട്, നമ്മുടെ ഒരു സാലറി ഔട്ട്പുട്ട് നോക്കിയിട്ട്, അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളെയൊക്കെ പ്രതിയാ കർത്താവിനോട് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ചോദിക്കുന്നത്. എന്നാൽ ദൈവത്തെ ദൈവമായി കണ്ട് നാം ചോദിക്കാൻ തുടങ്ങുമ്പോൾ, സ്തോത്രം, ഈ വചനത്തില് എഴുതിയിരിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തില് അതുപോലെ നിവർത്തിയാകും. കാരണം ദൈവത്തിന്റെ പവർ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അത് നമുക്ക് ആർക്കും ഹ്യൂമൻ മൈൻഡിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പവർ അല്ല ദൈവത്തിന്റെ പവർ. നമ്മളൊക്കെ അതിന്റെ എത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. സ്തോത്രം. വളരെ കുറവ്, ഏറ്റവും കുറഞ്ഞ ചില പവറുകൾ നമ്മൾ കണ്ടിട്ടുള്ളൂ, കാണുന്നുള്ളൂ, എക്സ്പീരിയൻസ് ചെയ്യുന്നു. എന്നാൽ ഇവിടെ ഇത് മനസ്സിലാക്കി അപ്പോസ്തലൻ വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞ കാര്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. എഫേസ്യർ 3:20 പറയുന്നത് പോലെ നമ്മിൽ ചെയ്യുവാൻ, ഹല്ലേലൂയ, ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായിട്ട് നമ്മൾ ചെയ്യുവാൻ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. സ്തോത്രം. ഇസ്രായേൽ മക്കളോട് കാര്യം, ഇസ്രായേൽ മക്കളുടെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, സ്തോത്രം, കർത്താവ് വാഗ്ദത്ത ദേശം അവരോട് പ്രോമിസ് ചെയ്തു, ഗ്യാരണ്ടി പറഞ്ഞൊരു ദേശമാണ് വാഗ്ദത്ത ദേശം. ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ആ വാഗ്ദത്ത ദേശത്തിലോട് പോകുന്ന സമയത്ത് അവർ ഫേസ് ചെയ്യേണ്ടതാണ്. ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞെന്നും വെച്ച് അതിലോട്ടുള്ള യാത്രയില് പ്രതികൂലങ്ങളോ പ്രയാസങ്ങളോ വരില്ല എന്ന് കർത്താവ് ഒരിക്കലും പറയുന്നില്ല. ബ്രാക്കറ്റ് പീരീഡുകൾ ഒരുപാട് ചിലപ്പോൾ വരും. ഒരുപാട് കടമ്പകൾ ദൈവം ഒരുപക്ഷെ നമ്മൾ കടക്കേണ്ടി വരും. സ്തോത്രം. ഇതൊന്നും ഇല്ലാതെ ഒരു പ്രോമിസും ദൈവം ആരുടെ ലൈഫിൽ കൊടുക്കുന്നതാണ് ഞാൻ വ്യക്തിപരമായിട്ട് കണ്ടിട്ടില്ല. സ്തോത്രം. അതായത് ചില വാഗ്ദത്തങ്ങളൊക്കെ നമ്മൾ പ്രാപിക്കേണ്ടതിന് അതിന്റെ അളവും വലുപ്പവും അനുസരിച്ചത്തോളം വില ദിവസേന നമ്മൾ പലപ്പോഴും കൊടുക്കേണ്ടി വരും. പക്ഷേ എന്ന് വിചാരിച്ചാൽ അത് ലഭിക്കത്തില്ല എന്നല്ല. നമ്മളുടെ ചിന്തകൾക്ക്, നമ്മളുടെ വിചാരങ്ങൾക്ക് അപ്പുറമായിട്ട് തരുവാൻ കർത്താവിന് കഴിയുമെന്ന് നാം വിശ്വസിക്കണം. നമ്മുടെ പ്രയാസം വരുമ്പോഴേ നമ്മൾ മാനുഷിക ബുദ്ധിയിൽ നമ്മൾ ചില വഴികളൊക്കെയും കാണും. പക്ഷെ വചനത്തിലോട്ട് നോക്കിയിട്ട് വഴികൾ കാണാൻ നമ്മൾ തുടങ്ങുമ്പോൾ, സ്തോത്രം, നമ്മുടെ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറമായിട്ട് ഉള്ള വഴികളെ ദൈവം നമുക്കിവിടെ തുറന്നവിടെ ഇട്ടിട്ടുണ്ടാവും. അതിനെ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്: കർത്താവെ, എന്റെ ചിന്തകളെ ഒന്ന് ഷേപ്പ് ചെയ്യണേ കർത്താവെ. എന്റെ ചിന്തകളെ, എന്റെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന, അതായത് പലപ്പോഴും കടന്നു പോകുന്ന വഴികളും ഒക്കെ ആണല്ലോ, അതിനെ കർത്താവ് ഒന്ന് ഷേപ്പ് ചെയ്യാൻ നമ്മൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, സ്തോത്രം, ഈ ദൈവിക വഴികളെ കാണുവാനും ദൈവിക ആ പാതകളെ കാണുവാനും സൊല്യൂഷൻസിനെ കാണുവാനും കർത്താവ് നമുക്കിടയാക്കും. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, വാഗ്ദത്ത ദേശത്ത് 2 പേരെ പ്രവേശിച്ചുള്ളൂ, യോശുവയും കാലേബും. പക്ഷെ കൂടെ നിന്ന ജനം ഭയങ്കര പിന്തിരിപ്പൻ ശക്തിയുള്ളവരായിരുന്നു. ഹല്ലേലൂയ. അവർക്ക് പറയാൻ അനാക്യമല്ലന്മാര്, ആമല്ലന്മാര്, അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളുടെ നേരെ അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന മോശവും കൂട്ടരോട്. ഹല്ലേലൂയ. അവിടെ ആ ശക്തിയുണ്ട്, ഇവിടെ ഈ ശക്തിയുണ്ട്, ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും. റെഡ് സീ മുന്നേ വന്നപ്പോഴും ഇത് തന്നെ അവര് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അവര് ഈജിപ്റ്റ് വിട്ട് ഇറങ്ങിയപ്പോൾ, സ്തോത്രം, റെഡ് സീ അല്ലെങ്കിൽ ആ ചുവപ്പ് കടൽ അവർക്കൊരു പ്രതിരോധമായിരുന്നില്ല. വാഗ്ദത്തത്തിലോട്ട് അവർ കാല് വെച്ചപ്പോൾ, അതായത് വിശ്വാസത്തോടെ വാഗ്ദത്ത യാത്രയിലോട്ട് അവർ കാല് വെച്ചപ്പോൾ റെഡ് സീ 2ആയി മാറി.
പലപ്പോഴും ഇതുപോലെയാണ്. വാഗ്ദത്തത്തിലോട്ട് നമ്മൾ വിശ്വാസത്താൽ കാല് വെക്കണം. നമ്മൾ കാല് വെച്ചു തുടങ്ങുമ്പോൾ മാത്രമേ മുന്നിലുള്ള പ്രതിസന്ധികൾ മാറത്തുള്ളൂ. പ്രതിസന്ധികൾ മാറിയിട്ട് കാല് വെക്കാമെന്ന് നമ്മൾ വിചാരിച്ച ഒരിക്കലും നടക്കത്തില്ല. സ്തോത്രം. ഈ പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നു പോകും, അതിനുള്ളൊരു മനഃശക്തി പ്രാപിച്ച് സ്തോത്രം വിശ്വാസത്തോടെ ചില സ്റ്റെപ്പുകൾ നമ്മൾ മനഃപൂർവ്വമായി നമ്മൾ എടുക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ പ്രതിസന്ധികൾ കീഴടങ്ങത്തുള്ളൂ. സ്തോത്രം. നാം മുന്നിലും പ്രതിസന്ധികൾ പിന്നിലുമായിട്ട് മാറും. സ്തോത്രം. ഇവിടെ നോക്കിക്കേ. സ്തോത്രം. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് ഇസ്രായേൽ മക്കളുടെ ആ പിന്തിരിപ്പിന്റെ ശക്തിയെക്കുറിച്ചും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു മനുഷ്യൻ കാലേബ് 13:30 ഇങ്ങനെ പറഞ്ഞു, എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി, നാം ചെന്നത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞു. ബാക്കി എല്ലാവരും എതിര് പറയുമ്പോൾ സ്തോത്രം, അയ്യോ നീ എന്ത് വിചാരിച്ചുകൊണ്ടാ, അവിടെ ഉള്ളതൊരു ബലവാന്മാരാ, അല്ലെങ്കിൽ ഞങ്ങൾ അനാക്കിന്റെ പുത്രന്മാരെ അവിടെ കണ്ടു, അമലേക്കരെ അവിടെ കണ്ടു, യബൂസിനെ കണ്ടു, അമോര്യരെ കണ്ടു, അവര് പർവ്വതങ്ങളിൽ പാർക്കുന്നു, അങ്ങനെയൊക്കെ വലിയ ഒരു പ്രതിസന്ധിയുടെ നിരകളെ അവരിങ്ങനെ വിവരിച്ചു പറയുക മാനുഷിക ബുദ്ധിയില്. അപ്പൊ ആ ജനത്തെ അമർത്തിക്കൊണ്ട് കാലേബ് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം. നാം ചെന്ന് അത് കൈവശമാക്കുക. സ്തോത്രം. ഇത് നമുക്ക് പറയാൻ കഴിയുന്നൊരു കാര്യമായിരിക്കും. വാഗ്ദത്തങ്ങളെ നോക്കിയിട്ട് ഞാൻ അതിനെ പ്രാപിക്കും. സ്തോത്രം. ഞാൻ അതിനെ കൈവശമാക്കും. സ്തോത്രം. അതിനെ ജയിക്കാൻ എനിക്ക് കഴിയും. എൻ്റെ മുന്നിൽ നിൽക്കുന്ന പ്രതിസന്ധി എത്ര വലുതായിക്കോട്ടെ, എത്ര പേരുണ്ടായിക്കോട്ടെ, എത്ര സൈന്യങ്ങൾ ഉണ്ടായിക്കോട്ടെ, പക്ഷെ നമ്മൾ കാലേബ് പറഞ്ഞതുപോലെ പ്രതിസന്ധികളുടെ മുന്നിൽ നിന്നോട്ട് നമുക്ക് പറയാൻ സാധിക്കണം, ഞാൻ ആ വാഗ്ദത്തത്തിലോട്ട് നടന്ന് കയറും, ഞാൻ അതിനെ പ്രാപിക്കും, ഞാൻ അതിനെ ജയിക്കുമെന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. പ്രതിസന്ധികൾ പതുക്കെ വഴിമാറും. ദൈവത്തിന്റെ വഴിയിലൂടെ നമ്മൾ ശ്രേഷ്ഠമായിട്ട് സൂപ്പർ നാച്ചുറൽ ആയിട്ട് നടക്കാൻ തുടങ്ങും. സ്തോത്രം. ഹല്ലേലൂയ. കാരണം ഈ ശക്തി പ്രവർത്തിക്കുന്നത് ആ ലെവലിലാണ്. സൂപ്പർ നാച്ചുറൽ ആയിട്ടാ ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. എന്റെ സ്ട്രഗിൾ ചെയ്യുന്ന വിഷയങ്ങളുടെ മധ്യേ കുടുങ്ങിപ്പോകാതെ അതിനപ്പുറം വിശാലതയിൽ എന്നെ നടത്തുവാൻ എൻ്റെ കഴിവിനും എൻ്റെ ബുദ്ധിക്കും ശക്തിക്കും അപ്പുറമായി ഈ ശക്തി എന്നിൽ വ്യാപരിക്കാൻ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് ചിലതൊക്കെയും ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവെ അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ, അതിനുവേണ്ടി ആ വാഗ്ദത്ത നിവൃത്തിയിലോട്ട് എത്തുവാൻ തക്കവണ്ണം കർത്താവ് എന്നെ ഉപയോഗിക്കണം, എൻ്റെ കുടുംബത്തെ ഉപയോഗിക്കണം എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ വിശാലമായ വഴികളും ദൈവത്തിന്റെ അത്ഭുത കരങ്ങളും നമുക്ക് മുമ്പിൽ ഇപ്പോൾ അസാധ്യമെന്ന് തോന്നുന്ന ചില വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് തൊടുവാൻ തക്കണം ഇടയായിത്തീരും. നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി. ഹല്ലേലൂയ. എന്നിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്ന കർത്താവ് സ്തോത്രം. എൻ്റെ ചിന്തകൾക്കും എൻ്റെ വിചാരങ്ങൾക്കും അപ്പുറമായി ചില വിടുതലുകളിലോട്ട് എന്നെ നടത്തുവാൻ, എൻ്റെ കുടുംബത്തെ നടത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. അതെൻ്റെ കണ്ണാൽ ഞാൻ കാണും. അങ്ങനെ മാത്രം നമ്മൾ വിശ്വസിക്കുക. ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു വിഷയങ്ങളുമില്ല. വാഗ്ദത്തം പറഞ്ഞ ദൈവം അത് വിശ്വസ്തൻ തന്നെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് ദൈവിക വാഗ്ദത്തങ്ങൾ നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. അതിനെ അവിശ്വസിക്കുന്ന ദുഷ്ടഹൃദയം, അതിനെ ബൈബിളിൽ പറയുന്നത്, അവിശ്വസിക്കുന്ന ദുഷ്ടഹൃദയം നമ്മളിലുണ്ടെങ്കിൽ അത് നീങ്ങിപ്പോയിട്ട് കർത്താവെ എൻ്റെ ചിന്തകളെ ഒന്ന് ഷേപ്പ് ചെയ്യണമേ, എൻ്റെ ചിന്തകളെ ഒന്ന് അങ്ങയുടെ പാതയിലാക്കണേ കർത്താവ്. എവിടെയെങ്കിലൊക്കെ കുറഞ്ഞ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ദൈവത്തിൻ്റെ കപ്പാസിറ്റികളിലോട്ട് എൻ്റെ ചിന്തകളെ വിശാലമാക്കുവാൻ പരിശുദ്ധ ആത്മാവ് എന്നെ സഹായിക്കണമെന്നുള്ള പ്രാർത്ഥന ഈ പകൽക്കാലം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവട്ടെ. ഈ വചനങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഓരോരുത്തരെയും